5 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന്, ഒരു അര സ്പൂൺ ഉലുവയുണ്ട്. അതിനെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ച് അരയ്ക്കുകയാണെങ്കിൽ നല്ല മയം ഉണ്ടാകും ഉഴുന്നിന്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും കഴുകിയ ഉഴുന്ന്. അതിനുശേഷം എടുത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല മയം ഉണ്ടാകും. അപ്പോൾ അരി അരയ്ക്കാതെ നമുക്ക് എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് തയ്യാറാക്കാം നോക്കാം. വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ജാറിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് ഉഴുന്നെടുത്തിരുന്നത്. അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. ഇപ്പം അരിപ്പൊടി, ഇത് പുട്ടുപൊടിയാണ്. 1.5 ഗ്ലാസ് പുട്ടുപൊടി ഇടാം. 1 ഗ്ലാസ് ആദ്യം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു അര ഗ്ലാസ് കൂടെ പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് അങ്ങ് വയ്ക്കുകയാണ്. അത്രയും ജോലി നമുക്ക് ഈസിയല്ലേ. അരി അരയ്ക്കണ്ട. പിന്നെ അരിയൊക്കെ മേടിച്ച് ഇല്ലെങ്കിലൊക്കെ തന്നെ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കാം. പുട്ടുപൊടി ഇരിപ്പുണ്ട്, ഉഴുന്നുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് രാവിലെ എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. പുളിച്ചിട്ടുണ്ടോ കണ്ടല്ലേ മാവ് നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കുറവെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ, ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കുക. ഇത് കറക്റ്റാണ്. ഇഡ്ഡലിക്ക് അത്ര ലൂസായിട്ടുള്ള മാവ് വേണ്ടല്ലോ. നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം. അതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ആവി വരുമ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 12 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. കണ്ടില്ല, നല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ സോഫ്റ്റ് വേണം. അകമൊക്കെ എല്ലാം നല്ല മയമുള്ള ഇഡ്ഡലി ഇതുപോലെ തയ്യാറാക്കാം. ഈസിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. പറ്റി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. നല്ല സോഫ്റ്റാണ് ഇഡ്ഡലി. ചട്നിയോ സാമ്പാറോ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും